ഒപ്പോ ഏറ്റവും പുതുതായി ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന നെക്ക് ബാൻഡാണ് ഒപ്പോ എൻകോ M32. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒപ്പോ എൻകോ M32ൻ്റെ വിശേഷങ്ങളാണ്. ഇതുപോലൊരു ബോക്സിനകത്താണ് ഒപ്പോ എൻകോ M32 വരുന്നത്. ഇതിനകത്ത് തന്നെ ഇവിടെ വലുതായിട്ട് ഇതുപോലെ ഒപ്പോ എൻകോ എന്നും അതിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. മോഡൽ നെയിം ഇതുപോലെ താഴെ M32 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വെറും 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 20 മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് 20 മണിക്കൂർ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ അത്രയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു നെക്ക് ബാൻഡിന് ഒപ്പം നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം. കൂടാതെ ബാസ് ബൂസ്റ്റ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡുവൽ ഡിവൈസ് ഫാസ്റ്റ് സ്വിച്ചിങ് ഓപ്ഷൻ ഈ ഒരു ഹെഡ്സെറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഡിവൈസുകളിൽ നമ്മൾ ഈ ഹെഡ്സെറ്റ് പെയർ ചെയ്തിരുന്നാൽ, ഒരേ സമയമല്ല, 2 ഡിവൈസുകളായിട്ട് പെയർ ചെയ്തിരുന്നാൽ ഒന്നിൽ നിന്ന് മറ്റ് പെയർ ചെയ്തൊരു ഡിവൈസിലേക്കുള്ള സ്വിച്ചിങ് അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. മൊത്തത്തിൽ ഈ ഒരു ഡിവൈസിന് 28 മണിക്കൂർ ബാറ്ററി ലൈഫാണ് കമ്പനി പറയുന്നത്. അതുപോലെ IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഇതിൻ്റെ സപ്പോർട്ട്. നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് ഈ പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള നെക്ക് ബാൻഡ് ടൈപ്പ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും വരുന്നുണ്ട്. ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ TWS എന്നറിയപ്പെടുന്ന, ചെവിയിൽ മാത്രം വെക്കാവുന്ന ചെറിയ സ്റ്റെമ്പോട് കൂടിയ ഹെഡ്സെറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണത്തിൽ നിങ്ങൾക്ക് സ്യൂട്ട് ഏത് എന്ന് തീരുമാനിച്ചിട്ട് വേണം ആദ്യം ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങാനെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഒരുപാട് കോളുകൾ വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള നെക്ക് ബാൻഡ് വാങ്ങുന്നതാണ് നല്ലത്. കാരണം എപ്പോഴും കോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് അത് കഴുത്തിൽ ജസ്റ്റ് തൂക്കിയിട്ട് കോൾ വരും പെട്ടെന്ന് എടുത്ത് അറ്റൻഡ് ചെയ്ത് കോൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതേസമയം ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ എപ്പോഴും ചാർജിങ് കേസിനകത്ത് ഇറക്കി വെച്ചിരിക്കണം. കോൾ വരുമ്പോൾ ചാർജിങ് കേസ് പോക്കറ്റിൽ നിന്നെടുത്ത് ചാർജിങ് കേസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഇയർബഡ് നമ്മൾ ചെവിയിൽ വെച്ച് വരുമ്പോഴത്തേക്കും കോൾ ഡിസ്കണക്റ്റ് ആയി പോകും. പക്ഷേ പാട്ടൊക്കെ കേൾക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാം. കോൾ അറ്റൻഡ് ചെയ്യാൻ എപ്പോഴും ഇത്തരത്തിലുള്ള നെക്ക് ബാൻഡ് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കുന്നു നമ്മളുടെ പ്രോഡക്റ്റ്. ഒരു ഫസ്റ്റ് ലുക്കിൽ ഒരു പ്രീമിയം ഫീലുണ്ട് കാഴ്ചയിലേ. പുറത്തേക്ക് എടുക്കട്ടെ. ഇതിലേക്ക് വരാം. വേറെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. യൂസർ മാനുവൽ, എക്സ്ട്രാ ഇയർ ടിപ്പ്, ചാർജിങ്ങിന് വേണ്ടി USB Type-C കേബിൾ. ഇവിടെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒപ്പോ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു മെയിൻ പവർ ബട്ടൺ കാണാം. അതുപോലെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ, അതുപോലെ മൈക്ക് ദേ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ചാർജിങ്ങിനുള്ള ചാർജിങ് പോർട്ട് അത് ഈ ഒരു ഭാഗത്താണ്. USB Type-C ചാർജിങ് പോർട്ട്. ഇയർബഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിലൊരു മെറ്റാലിക് ഗ്ലോസി ലുക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു ഫീല് പറഞ്ഞാൽ നേരത്തെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തോന്നിയ പോലെ തന്നെ ഒരു പ്രീമിയം ഫീലുണ്ട്. അതുപോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒട്ടും തന്നെ ഇതിനൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ കഴുത്തിലൊക്കെ ഇതുപോലെ ഇട്ടിരുന്നാൽ ഒട്ടും അങ്ങനെ ഒരു സാധനം കഴുത്തിൽ കിടക്കുന്ന പോലും അറിയുന്നില്ല. അതുപോലെ ഇത് മാഗ്നറ്റിക് ആണ്. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഇതിങ്ങനെ വന്ന് അറ്റാച്ചായി ഇരുന്നോളും. അപ്പോൾ ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കും. നമ്മൾ എപ്പോൾ ഇത് തിരിച്ച് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി വീണ്ടും പെയർ ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു വെയിറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ 26.8 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഈ ഹെഡ്സെറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒപ്പോ എൻകോ M32 എന്ന് ബ്ലൂടൂത്ത് നെയിമിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പെയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പെയറിംഗ് ആയി കഴിഞ്ഞു. അതുപോലെ ഇതിനകത്ത് ശേഷിക്കുന്ന ബാറ്ററി പെർസെൻറ്റേജ് എത്രയെന്ന് ഇതുപോലെ നമ്മുടെ ഫോണിൽ പെയർ ആകുമ്പോൾ അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഫിറ്റിംഗ് ഒക്കെ പക്കയാണ് കേട്ടോ. ചെവിയിൽ നിന്ന് തെറിച്ചൊന്നും പോകുന്നില്ല. നല്ല രീതിയിൽ ഇത് ഫിറ്റ് ആവുന്നുണ്ട്. ഇനി സൗണ്ട് ക്വാളിറ്റി ഒന്ന് പാട്ട് കേട്ട് നോക്കട്ടെ. നമ്മളിത് വെക്കുമ്പോൾ തന്നെ പുറത്തുനിന്നുള്ള സൗണ്ടിനെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ചെവി അടച്ച് പിടിക്കുന്ന പോലെ ഒരു എൻവയൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ ഇതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് വെക്കുമ്പോൾ തന്നെ അറിയാം. പുറത്തുനിന്നുള്ള നോയ്സ് നല്ലതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ നല്ല വോളിയം ഉണ്ട്. ബാസും ട്രബിളും എല്ലാം നല്ല മനോഹരമായിട്ട് നമുക്ക് കേൾക്കാം. അതുപോലെ വോക്കൽസൊക്കെ നല്ല കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഓവർ ബാസ് ഒന്നുമില്ല. സാധാരണ ചില ഹെഡ്സെറ്റുകൾക്ക് ബാസ് കൂടുതലായിട്ട് തോന്നാറുണ്ട്. അത്തരത്തിൽ ഓവർ ബാസ് ഇല്ല. ട്രബിളിനും ബാസിനും ഏതാണ്ട് ഒരുപോലുള്ള ഒരു ബാലൻസിങ് ഈ ഒരു ഹെഡ്സെറ്റിലുണ്ട്. മൊത്തത്തിൽ ഓവറോൾ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. ഒപ്പോ എൻകോ M32 എന്ന ഈ ഒരു നെക്ക് ബാൻഡ് ഇപ്പോൾ വിൽക്കുന്നത് 1499 രൂപ എന്ന ഇൻട്രഡക്ടറി പ്രൈസ് ഓഫറിലാണ്.
ഇപ്പോൾ യഥാർത്ഥത്തിൽ 300 രൂപ ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വില 1799 രൂപയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും പ്രൈസ് 1799 പോകും. നിലവിൽ 1499 നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം. അപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്? ഇതിൻ്റെ പ്രൈസൊക്കെ ഓക്കെ ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.